ഹലോ ഡിയർ സ്റ്റുഡൻസ്, അങ്ങനെ ഏവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന 2026 നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് NTA പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നീറ്റ് റിസൾട്ട് വന്നതോടുകൂടി നമ്മുടെ നീറ്റിൻ്റെ സ്കോറിന് ഇനി പ്രസക്തി എന്നതിലുപരിയായിട്ട് നീറ്റിലെ റാങ്ക് ഇന്ന് നമുക്ക് ലഭ്യമായ സ്കോർ കാർഡിലെ റാങ്കിനെ അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ടുള്ള എല്ലാവിധ പ്രോസസ്സുകളും. നമ്മൾ ആഗ്രഹിക്കുന്ന വ്യത്യസ്ത കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് പ്രക്രിയകളെല്ലാം നടക്കുന്നത് ലഭ്യമായിരിക്കുന്ന നീറ്റ് റാങ്കിനെ അടിസ്ഥാനമാക്കി. അപ്പോൾ NMC നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം പറഞ്ഞിരുന്നത് പോലെ തന്നെ റിസൾട്ടുകൾ പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ നമ്മളുടെ ഓൾ ഇന്ത്യ റാങ്ക് സ്കോർ കാർഡിനുള്ളിൽ നൽകി. അതിന് ശേഷമുള്ള ഫർദറായിട്ടുള്ള മെറിറ്റ് ലിസ്റ്റ്, കാറ്റഗറി ലിസ്റ്റ്, അതോടൊപ്പം തന്നെ കൗൺസിലിംഗ് പ്രോസസ്സുകൾ ഇവയൊക്കെ നടത്തുക. ഓൾ ഇന്ത്യ തലത്തിലുള്ള അതോറിറ്റികൾ, അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിലുള്ള അതോറിറ്റികളാണ് കൗൺസിലിംഗ് പ്രക്രിയകൾ നടക്കുക. പ്രധാനമായിട്ട് 2 തലത്തിലുള്ള കൗൺസിലിംഗ് പ്രോസസ്സുകളാണുള്ളത്. ഒന്ന് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് MCC നേതൃത്വം നൽകുന്നു. രണ്ടാമത്തേത് സ്റ്റേറ്റ് കോട്ട കൗൺസിലിംഗ്, അതായത് സംസ്ഥാനത്തേത് നമ്മുടെ കേരളത്തിലേതാണെങ്കിൽ കേരള എൻട്രൻസ് പരീക്ഷാ കമ്മീഷണറാണ് നടത്തുക. ഇനി നമുക്ക് ഈ കൗൺസിലിംഗ് പ്രോസസ്സിനായിട്ട് വെയിറ്റ് ചെയ്യാം. പ്രിയപ്പെട്ട മാതാപിതാക്കളുടെയും കുട്ടികളുടെയും മുന്നിലുള്ള ഈ സമയങ്ങളിലും അതോടൊപ്പം തന്നെ വരും ദിനങ്ങളിലുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഇനി എന്താണ് ചെയ്യേണ്ടത്? നീറ്റിൻ്റെ റിസൾട്ട് വന്നു, അതിനുശേഷം ഇനി എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ അറിഞ്ഞിരിക്കുമല്ലോ, 2 കൗൺസിലിംഗ് പ്രക്രിയകളാണ് നടക്കാൻ പോകുന്നത്. ഒന്ന് ഓൾ ഇന്ത്യ തലത്തിലുള്ളതും മറ്റൊന്ന് നമ്മുടെ സംസ്ഥാന തലത്തിലുള്ളതും. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഓൾ ഇന്ത്യ കൗൺസിലിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിന് പ്രകാരം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുപോലെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക. വ്യത്യസ്ത റൗണ്ടുകളിലായിട്ടാണ് ഈ കൗൺസിലിംഗ് പ്രക്രിയ നടക്കുക. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട് ആൻഡ് മോപ്പപ്പ് റൗണ്ട് എന്നുള്ള രൂപത്തിൽ. അതിനെപ്പറ്റിയുള്ള മറ്റ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ പിന്നീടുള്ള വീഡിയോ വഴി ഷെയർ ചെയ്യാവുന്നതാണ്. ഇതിന് പാരലലായിട്ട് തന്നെ നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള കൗൺസിലിങ്ങും നടക്കുന്നു. നമുക്കറിയാം, നീറ്റ് പരീക്ഷ എഴുതിയ കുട്ടികൾ എല്ലാവരും തന്നെ കേരള എൻട്രൻസ് പരീക്ഷാ കമ്മീഷണർ നോട്ടിഫിക്കേഷൻ നൽകിയിരുന്നു കേരളത്തിലും രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത്. അത് ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ലഭ്യമായ ഈ നീറ്റിലെ സ്കോർ കാർഡ്, ആ സ്കോറ്, അതോടൊപ്പം തന്നെ റാങ്ക് നമ്മളുടെ കേരള എൻട്രൻസ് പരീക്ഷാ കമ്മീഷണറുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതിൻ്റെ ഇൻഫർമേഷനും അധികം വൈകാതെ തന്നെ നമുക്ക് ലഭ്യമാവും. അതിനനുസരിച്ച് അത് ക്രമീകരിക്കുക. അത് അപ്രകാരം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റേറ്റ് തലത്തിലുള്ള റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുക. അതിന് തൊട്ടുപിറകെയായിട്ട് കാറ്റഗറി ബേസ് ചെയ്തുള്ള റാങ്ക് ലിസ്റ്റുകളും പബ്ലിഷ് ചെയ്യപ്പെടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉടൻ തന്നെ മേൽപ്പറഞ്ഞ കാര്യങ്ങളോടനുബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ് ലഭ്യമാകുന്നതാണ്. ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ നടന്ന നീറ്റ് പരീക്ഷ ഓൾ ഇന്ത്യ തലത്തിലുള്ള MBBS, BDS, അതിൽ ഓൾ ഇന്ത്യ കോട്ട ഏകദേശം 15% സീറ്റുകളിലേക്കുള്ള അഡ്മിഷനും, അതുകൂടാതെ നമ്മളുടെ AFMCയിലേക്കുള്ള നേഴ്സിങ്ങിന് വേണ്ടിയുള്ള അഡ്മിഷന്, അതുപോലെ തന്നെ ചില സ്റ്റേറ്റുകളിലെ BSc നേഴ്സിങ്ങിനുള്ള അഡ്മിഷനും ഇതെല്ലാം നടക്കുക നമ്മളുടെ നീറ്റ് എൻട്രൻസ് പരീക്ഷ വഴി നമുക്ക് ഇന്ന് ലഭ്യമായ ഈ ഓൾ ഇന്ത്യ റാങ്കിനെ, ആ റാങ്ക് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കിയാണ്. അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യയിൽ 15% വെറ്റിനറി കൗൺസിൽ നടത്തുന്ന അലോട്ട്മെൻറ്റ്, ആയുഷ് മേഖലയിൽ നടത്തുന്ന അലോട്ട്മെൻറ്റുകൾ, ഇവയെല്ലാം ഈ റാങ്ക് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കി. നമ്മുടെ കേരളത്തിലേക്ക് അഡ്മിഷന് വേണ്ടി പരിശ്രമിക്കുന്നവർ, ശ്രദ്ധിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മുടെ കേരളത്തിൽ 85% ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ സീറ്റുകൾ അഡ്മിഷൻ നടത്തുക കേരള എൻട്രൻസ് പരീക്ഷാ കമ്മീഷണർ. അതോടൊപ്പം തന്നെ 100% സീറ്റുകൾ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലും നടക്കുക. MBBS, BDS സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടത്തുക കേരള എൻട്രൻസ് പരീക്ഷാ കമ്മീഷണർ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് വഴിയാണ്. ഇനി ഓൾ ഇന്ത്യ തലത്തിൽ നടത്തപ്പെടുന്ന MCC കൗൺസിലിംഗ് വഴി കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ 15% സീറ്റുകൾ MCC ആണ് അലോട്ട്മെൻറ്റ് നടത്തുക. അപ്പോൾ ഈ വ്യത്യാസം നമ്മൾ തിരിച്ചറിയുക.
പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കൗൺസിലിംഗ് പ്രക്രിയകൾ പ്രധാനമായിട്ട് ദേശീയ തലത്തിൽ 3 രീതിയിൽ ഈ കൗൺസിലിംഗ് പ്രോസസ്സ് നടത്തുന്നുണ്ട്. ഒന്ന്, MCC നടത്തുന്ന കൗൺസിലിംഗ് പ്രോസസ്സ്. അത് ഏതൊക്കെ കോഴ്സുകളിലേക്ക്, ഏതൊക്കെ സ്ഥാപനങ്ങളിലേക്ക്. ഇപ്പം MCC നേരിട്ട് നടത്തുന്ന കൗൺസിലിംഗ് നമ്മുടെ ഓൾ ഇന്ത്യ കോട്ട എല്ലാ സംസ്ഥാനങ്ങളിലെയും ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ 15% MBBS BDS സീറ്റുകളാണ് ഓൾ ഇന്ത്യ കോട്ടയായിട്ട് അറിയപ്പെടുന്നത്. ആ സീറ്റുകളിലേക്കുള്ള അഡ്മിഷന് എയിംസ്, ജിമ്മർ പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക്, അതോടൊപ്പം തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, പ്രത്യേകിച്ച് BHU, AMU പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക്, ഡൽഹി യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ, അതുപോലെ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, ഇവയിലെല്ലാം 100% സീറ്റുകളും MCC കൗൺസിലിംഗ് വഴിയാണ്. അതുകൂടാതെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, BSc നഴ്സിങ്ങിന് നീറ്റ് വഴിയുള്ള അഡ്മിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളിലെല്ലാം ഈ കൗൺസിലിംഗ് നടത്തുക MCC ആണ്. ഇതാണ് ഒന്നാമത്തെ തലത്തിലുള്ള കൗൺസിലിംഗ്, MCC നടത്തുന്ന കൗൺസിലിംഗ്. ഇത് കൂടാതെ നമ്മളുടെ ആയുഷ് അഡ്മിഷൻ സെൻട്രൽ കൗൺസിലിംഗ് കമ്മിറ്റി, AACCC എന്നുള്ള രൂപത്തിൽ പറയും. ഓക്കെ, ആ കമ്മിറ്റിയാണ് ആയുഷ് മേഖലകളിൽ ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി പോലെയുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ നടത്തുക. പിന്നെയുള്ളത് നമ്മുടെ ബാച്ചിലർ ഓഫ് വെറ്ററിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. അതിൽ ഏകദേശം 15% അഖിലേന്ത്യാ കോട്ടയിലേക്കുള്ള അഡ്മിഷൻ, ആ സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടത്തുന്നത് നമ്മളുടെ വെറ്ററിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ 3 പ്രധാനപ്പെട്ട കൗൺസിലിംഗ് ദേശീയ തലത്തിൽ നടത്തപ്പെടുന്നുണ്ടെന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ ദിനങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, മറ്റ് ഇതിനോടനുബന്ധിച്ചുള്ള അപ്ഡേഷൻ, പ്രത്യേകിച്ച് കൗൺസിലിംഗ് പ്രോസസ്സുമായിട്ടുള്ള കാര്യങ്ങൾ യഥാവിധ സമയങ്ങളിൽ ദർശന അക്കാഡമിയുടെ YouTube ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ്.